ഒറിജിനൽ ബുക്ക് എന്റെ എടുക്കണ്ട്. അതാ ഞാൻ ഇവന് ഇത്രക്ക് വായിച്ചു കൊടുക്കട്ടെ. ഞാൻ അടുത്തോണ്ട് പോലും ഇതിന്റെ ബുക്കിലുണ്ട്. ഇതാ നോക്കിക്കേ, വിഷയത്തിൽ വളരെ വീഴ്ചയാണെന്ന് കുറ്റബോധം സ്വയം സമ്മതിക്കുക. അത് അല്ല പറഞ്ഞിട്ടല്ല. എന്തെന്ന് പറ്റിപ്പോയോ എന്നൊരു സ്വയം തോന്നല്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തിരുന്നു. അത് എല്ലാ പ്രവാചകന്മാരും ചെയ്തിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ് ചെയ്തിരുന്നു. ഇവൻ പറഞ്ഞെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തെറ്റ് ചെയ്തത് കൊണ്ട് അത് കഴിഞ്ഞ് ചെയ്തത് കൊണ്ട് മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മളൊന്നല്ല ഞാൻ പറയുന്നത് എന്റെ ഉമ്മാനെ ഞാൻ ചീത്ത വിളിച്ചു ഞാൻ ഒരാള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. എന്നാലും അതിന്റെ അർത്ഥം എന്നാ, ഞാൻ ഉമ്മാനെ 100 പ്രാവശ്യം ചീത്ത വിളിച്ച് കഴിഞ്ഞ് കൊണ്ടെന്ന് പറഞ്ഞാല് ഇതെന്താ തെറ്റ് ചെയ്തത് എന്നുള്ള മനസ്സിൽ തോന്നുന്നത് നബിക്ക്. അതുകൊണ്ട് എന്താ നബി എപ്പോ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. നബി ഇതിനെന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയോ അങ്ങനെ ഒരു പേടി. അതാണ് അതിൽ ഒച്ചത് വായിക്കും. പൂർണ്ണമായി എന്ന രണ്ടാമത്തെ സംഗതിയും തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനും ലോകത്തില്ല. പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെയധികം വീഴ്ച വരുത്തിയവരാണ്. കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും ചെയ്യുന്നു. അത് ഒരു പ്രധാന ഇബാദത്തുമായിരുന്നു. മുഹമ്മദ് നബി ദിവസേന 70 പ്രാവശ്യം 100 പ്രാവശ്യം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുകയായിരുന്നു. സഹിഹായ ഹദീസിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ റസൂലുള്ളാഹി 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി നിന്നാണ്. എങ്ങനെ ഉണ്ട്? എന്തുകൊണ്ട് കുറ്റം ചെയ്തു? കുറ്റം ചെയ്തുകൊണ്ട് ഒരാൾ 100 തെറ്റ് ചെയ്തത് കൊണ്ട് ചെയ്തിട്ടില്ല. നിങ്ങളെ ഇപ്പൊ എഴുതി ഓൾറെഡി നബി അങ്ങനെ ഇവർക്ക് തോന്നിയതാണ് ഇസ്ലാം സംഭവിച്ചത്. ദിവസം 100 പ്രാവശ്യം